മോൾക്ക് ഈ അവസ്ഥ വന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഞാനാ. എന്റെ വലങ്കയായിരുന്നില്ലേ നീ? അതുകൊണ്ടെന്താ ആ അനു ഇപ്പൊ എനിക്ക് നേരെ വീണ്ടും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. അതിനവക്കിപ്പോ സപ്പോർട്ട് രവിയാ. ആ, നീ പറഞ്ഞത് ശരിയാ. രവി ഒരു പാവ. പക്ഷേ ആ അനു അങ്ങനെയല്ല. അവളൊരു ഉടുമ്പാ, പിടിച്ച പിടിവിടാത്ത ഉടുമ്പ്. ഇന്ദ്രന്റെ കാര്യം നിനക്കറിയാലോ. ഇന്ദ്രനെ അവളെയും തമ്മിൽ അകറ്റാൻ നമ്മൾ എത്ര ശ്രമിച്ചതാ. പക്ഷേ ആ അനു ഒറ്റ ഒരുത്തിയായിരുന്നില്ലേ ഒട്ടി നിന്നിരുന്നത്. അതുപോലെ ഇപ്പോ അവളും രവിയെ പറ്റിച്ചേർന്നിരിക്കുക. ആ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാം മോളെ, നീ ഇങ്ങനെ കിടക്കുന്ന ഈ സമയത്ത് രവിയെ അനുവിനെ ഇങ്ങനെ ഒന്നിച്ചു വിടരുത്. അവളോ ഒരു ജീവിതമില്ലാതെ നിൽക്കുക. നിന്റെ ജീവിതം കൂടി അവള് തകർക്കും. എത്രയൊക്കെ അഭിനയിച്ചാലും പഴയ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ കാണാതിരിക്കില്ല. അതുകൊണ്ട് മോളൊന്ന് സൂക്ഷിക്കണം. ആണുങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം എപ്പോഴാ എങ്ങനെയാ പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നിന്നോടുള്ള വാശി തീർക്കാൻ അവൾ രവിയെ വശീകരിച്ച അതിന്റെ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. നിന്റെ ഭർത്താവിന്റെ നിയന്ത്രണം നിന്റെ കയ്യിലായിരിക്കണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയൊക്കെ മോളുടെ ഇഷ്ടം പോലെ. മോളെ, എനിക്ക് നീ എന്നും മകളുടെ സ്ഥാനത്ത് തന്നെയാ. അതുകൊണ്ടാ ഇത്രയും പറഞ്ഞത്.